ജോൾട്ട നമസ്കാരം. നമസ്കാരം. ഇന്നലെ വന്നപ്പോൾ നിറയെ ആൾക്കാരുണ്ടായിരുന്നു, എല്ലാവരും വിഷ് ചെയ്യുന്നുണ്ടായിരുന്നു, എല്ലാവരായിട്ടും ഭയങ്കര കൂട്ടായിരുന്നു. അത് ശരിക്കും പറഞ്ഞാൽ ഈ അറബ് ട്രാവൽ ഏജൻസിന്റെ ഒരു ഗ്രൂപ്പ് ഇന്നലെ ഇവിടെ ഉണ്ട്. ഞാൻ അതുകൊണ്ടാണ് ഇന്നലെ വരാൻ കാരണം. അപ്പോൾ അവരൊക്കെ നമ്മുടെ സുഹൃത്തുക്കളാണ്. നമ്മൾ ശരിക്കും ട്രാവൽ ഇൻഡസ്ട്രി എന്നാണല്ലോ, നിനക്കും അറിയാലോ. അപ്പോൾ അവരൊക്കെ നമ്മുടെ സുഹൃത്തുക്കളാണ്. അപ്പോൾ കുറേ കാലങ്ങളായിട്ട് അവരെ കാണാറില്ല, അപ്പോൾ അവരെ കാണുന്നു. പിന്നെ ഇവരൊക്കെ നമ്മളുടെ ഒരു ബിസിനസ് പാർട്ട്നേഴ്സ് അല്ലേ. എല്ലാവരോടും വളരെ സന്തോഷമായിട്ട് ഇടപെടുന്നത്. നമ്മൾ വളരെ ഹാപ്പി ആയിട്ടാണ് ആളുകളായിട്ട് ഡീൽ ചെയ്യണത്. അവരൊക്കെ നമ്മുടെ ഫ്രണ്ട്സാണ്. ഇന്ത്യയിൽ വെഡ്ഡിങ്സ് നടന്നിരുന്നത് ജയ്പൂർ, ഡൽഹി, ബാംഗ്ലൂർ, അങ്ങനെ കുറച്ച് സ്ഥലങ്ങളിൽ മാത്രമായിരുന്നു. അതിലൊരു ചേഞ്ച് വന്നു. നല്ല കൂളായിട്ടുള്ളൊരു അന്തരീക്ഷത്തിലേക്ക് അത് കൊണ്ടുവരാൻ പറ്റും. അതെ, നിങ്ങളും നിങ്ങളുടെ ഫാമിലിയുമായിട്ട് 2, 3, 4 ദിവസം ഒരു സ്ഥലത്ത് വന്ന് അതിന് നിങ്ങൾ എയർപോർട്ടിൽ ഇറങ്ങുന്നത് തൊട്ട് തിരിച്ചു പോകുന്ന വരെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മളാണ് കെയർ ചെയ്യുന്നത്. പണ്ട് കാത്തെ പസഫിക് എന്ന് പറഞ്ഞൊരു എയർലൈൻ ഉണ്ട്. ആ എയർലൈൻ്റെ ടാഗ് ലൈൻ എന്താ വെച്ചാൽ ലീവ് യുവർ വറീസ് വിത്ത് അസ്. മനസ്സിലായി? അത് വീണ്ടും പറയാണ്. മനസ്സിലായി? അപ്പോൾ ലീവ് യുവർ വറീസ് വിത്ത് അസ്, വി വിൽ ടേക്ക് കെയർ ഓഫ്. ഓക്കെ, ഫ്ലൈറ്റ് എടുക്കുന്ന മുതൽ ഇവിടെ വന്ന് വെഡിങ് നടത്തി തിരിച്ചു പോകുന്ന എല്ലാ ഉത്തരവാദിത്തം. അതെ, ബാക്കി കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കിക്കോളും. 2-3 ദിവസം മുമ്പ് നമ്മുടെ ഒരു ബിസിനസ് കോൺക്ലേവ് ഉണ്ടായിരുന്നു കൊച്ചിയിൽ വെച്ച്, ലിമേഡിയനിൽ വെച്ച്. ഓക്കെ, അപ്പോൾ അവിടെ സോഹൻ റോയും അതുപോലെ നവാസ് മീരാനും അറിയില്ല, ഈസ്റ്റേൺ. അപ്പോൾ അയാളിങ്ങനെ സംസാരിച്ചപ്പോൾ ശരിക്കും നവാസ് മീരാൻ ഇടുക്കിക്കാരനാണ്, അടിമാലിക്കാരനാണ്. ആ പുള്ളി പറയായിരുന്നു, അവൻ ഞങ്ങൾ ജനിച്ചു വളർന്ന സ്ഥലമാണ്. അപ്പോൾ അവിടെ ഒരു 80കളിലൊക്കെ 2000-3000 രൂപയാണ് ഏക്കറിന് വില ഉണ്ടായിരുന്നുള്ളൂ ആനച്ചാലിൽ. ഇന്ന് ഇവിടെ 10 ലക്ഷം രൂപയാണ് സെന്റിന് വില. അത് നിങ്ങളാക്കിയതാണ് എന്ന് പറയുമ്പോൾ അതൊരു പ്രൗഡ് മൊമെന്റ് അല്ലേ. നമ്മളുടെ കൂടെ ആ ഒരു കമ്മ്യൂണിറ്റി കൂടി വളർന്നു. അതുപോലെ ഇവിടെയുള്ള ഓരോരുത്തരും അതിന്റെ ബെനിഫിറ്റ് ഉണ്ടാക്കി എന്ന് പറയുന്നത് പ്രൗഡ് അവർക്കും. ജോലിയുടെ കേരളത്തിലെ ഏറ്റവും വലിയ വെൽനസ് സെന്റർ ഇവിടെ മൂന്നാറിൽ വൈബിലാണെന്ന് കേട്ടു. അപ്പോൾ അതിന്റെ കാര്യങ്ങളൊന്ന് പറഞ്ഞുതരാമോ? ശരിക്കും ലിഷർ ടുഗദർ വിത്ത് വെൽനസ്. അപ്പോൾ അതിന് നമ്മൾ എന്ത് വേണം, ഇന്റർനാഷണൽ ഫെസിലിറ്റീസ് നമ്മൾ കൊടുക്കണം. ഓക്കെ, എന്തൊക്കെ സൗകര്യങ്ങൾ ഇപ്പോൾ ഇവിടെ? ശരിക്കും പറഞ്ഞാൽ കേരളത്തിലെ ഏറ്റവും വലിയ സ്പായാണ് വൈബ് റിസോർട്ടിലുള്ളത്. ഓക്കെ, 6000 സ്ക്വയർ ഫീറ്റ് ഉള്ള സ്പായാണ്. അതിൽ ഇന്റർനാഷണൽ സ്പെഷ്യാലിറ്റീസ് ആയിട്ടുള്ള മൊറോക്കൻ ബാത്ത്, ടർക്കിഷ് ഹമാം തൊട്ട് വാട്ട് എവർ യു നെയിം ഇറ്റ് വി ഹാവ് ഇറ്റ്. ഓക്കെ, അതുപോലെ നല്ലൊരു ടീം നമുക്കുണ്ട്. ഡോക്ടർ സർവീസ് ഡെഫിനറ്റായിട്ടും നമുക്ക് ആയുർവേദ ഡോക്ടർ ഉണ്ട്, ആയുർവേദ സ്പായും നമുക്കുണ്ട്. അപ്പോൾ രണ്ടും ഉണ്ട്. ഇറ്റ്സ് എ മിക്സ് ഓഫ് എന്താ പറയുക, യൂറോപ്യൻ ആൻഡ് നമ്മളുടെ ഇന്ത്യൻ കൾച്ചറും കൂടിയുള്ള. ഇങ്ങനത്തെ ഗസ്റ്റ് വന്നു കഴിഞ്ഞാൽ അവർക്ക് ഇത് ഡെഫിനറ്റ് ആയിട്ടും ട്രീറ്റ്മെന്റിനനുസരിച്ച് ഈ ഇന്റർനാഷണൽ ഇത് കൊണ്ടുവന്നിട്ടുണ്ടല്ലോ എല്ലാ ടൈപ്പ്. ഡെഫിനറ്റ് ആയിട്ടും ഇപ്പോൾ നിങ്ങൾ നമ്മളുടെ ബുഫേ ഡിന്നർ കണ്ടാലും അതുപോലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നാലും എല്ലാ ചേഞ്ച് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നില്ലേ? ഇത് ഭയങ്കര വണ്ടർഫുൾ ആയിട്ട് ചെയ്തിട്ടുണ്ട്.